അവസാനം നമ്മുടെ സംഘപരിവാറിന് മുമ്പിൽ മുട്ടുകുത്തി നമ്മുടെ ലാലേട്ടൻ മാപ്പ് പറഞ്ഞു എന്നതാണ് പച്ച മലത്തിൽ പറയാൻ കഴിയുന്നത്. ഏറെ കാലത്തിന് ശേഷം ഈ വിവാദങ്ങൾക്കൊടുവിൽ ഞാൻ അവസരം ഇന്നാണ് സിനിമ കണ്ടത്. ഈ പറയത്തക്ക വിവാദത്തിനുള്ള ഒരു സംഗതിയില്ല. എന്നൊരു തരത്തിൽ ഒന്നുകൂടി പറയാം, ഈ വിവാദങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് അത് വീണ്ടും റീ എഡിറ്റിംഗ് നടത്തുകയും അരമണിക്കൂറോളം ആ സിനിമയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ പിന്നെ ആ സിനിമ കാണാനൊന്നുമില്ല എന്നുകൂടി പറയേണ്ടി വരും കേട്ടോ. എന്തെങ്കിലും ഇവര് ഈ ഒരു സിനിമ വീണ്ടും റീ എഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. രണ്ട് രീതിയിലാണ്. ഒന്ന് BJP-കാരുടെയും ഒപ്പം തന്നെ സംഘപരിവാറിന്റെയും ഈ ആവർത്തിച്ചുള്ള മുറവിളി കൊണ്ടും ഭീഷണി കൊണ്ടും അതിന് കീഴടങ്ങിയിട്ടാണ് ഇങ്ങനെ റീ എഡിറ്റ് തയ്യാറാകുന്നത്. ഈ ഒരു സിനിമാക്കാര് പൃഥ്വിരാജും മോഹൻലാലും നിർമ്മാതാക്കൾ അടക്കമുള്ള ആളുകൾ എന്നത് വർത്തമാനം അവിടെ ഇരിക്കെ BJP-യുടെ ഏറ്റവും പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ വർത്തമാനത്തിലേക്ക് നമ്മളൊന്ന് കയറേണ്ടതാണ്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? ഞാൻ വിചാരിച്ചു അത്